നല്ല കട്ട വെയിലുണ്ട്. എന്നാലും ഹായ് ഹലോ നമസ്കാരം. ഇപ്പോൾ നമ്മൾ ഇന്നലെ ആ ഒരു ഡ്രൈവിംഗ് ടിപ്സിൻ്റെ വീഡിയോ ചെയ്തില്ലേ, അത് കഴിഞ്ഞിട്ട് വാട്സാപ്പിൽ ഒന്ന് രണ്ട് മെസ്സേജ് വന്നിരുന്നു. അതായത് ഈ കാറിനകത്ത് ഒരു ഡാഷ് ക്യാം കണ്ടു, അതെങ്ങനെയാണ് വയർ തേക്കണമെന്ന് പറഞ്ഞിട്ട്. അതായത് ഇപ്പോൾ ഈ ഡാഷ് ക്യാമിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫോർഡ് കാറിൽ പർട്ടിക്കുലർ ഒരു പ്രശ്നമുണ്ട്. അതെന്താണെന്ന് പറയാം. അതിനുശേഷം എങ്ങനെയാണ് ആ ഒരു ഡാഷ് ക്യാം വയർ തേക്കണമെന്ന് കാണിക്കാം. ഡാഷ് ക്യാം മാത്രമല്ല, ഒരു എയർ പ്യൂരിഫയർ കൂടിയുണ്ട്. ഒരു വാഹനത്തിനകത്ത് തീർച്ചയായും വേണമെന്ന് ഞാൻ കരുതുന്ന ആക്സറീസിൽ ഒന്നാണ് ഈ ഒരു ഡാഷ് ക്യാം. എയർ പ്യൂരിഫയറിനെ കുറിച്ച് ഞാൻ സ്കെപ്റ്റിക്കലായിരുന്നു. അതായത് അത് നല്ലതാണെന്നോ അല്ലെങ്കിൽ അത് ഉപയോഗമുണ്ടെന്നോ എനിക്ക് വലിയ അഭിപ്രായം ഉണ്ടായിരുന്നില്ല. പക്ഷേ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ശരിക്കും അതൊരു നല്ല കാര്യമായിട്ട് തോന്നി. ഇപ്പോൾ വണ്ടിക്കകത്തൊരു ഫ്രഷ് ഫീലുണ്ട്. അതായത് ഒരു ക്ഷീണമില്ലാത്ത അവസ്ഥയൊക്കെ ഞാൻ 1500 കിലോമീറ്ററോളം ഓടിച്ചു വന്നപ്പോഴൊക്കെ എനിക്ക് ആ ഒരു എയർ പ്യൂരിഫയറിൻ്റെ ഗുണം ഫീൽ ചെയ്തായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഒരു ഗുണമോ അല്ലെങ്കിൽ കാർ കമ്പനികളൊന്നും സ്റ്റോക്കായിട്ട് തന്നെ എയർ പ്യൂരിഫയർ കൊടുത്തു തുടങ്ങില്ലല്ലോ. ഞാനിപ്പോൾ അടുത്ത് സ്കോഡ കുഷാക്കിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ സീറ്റിനടിയിലെ എയർ പ്യൂരിഫയർ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്. ഞാൻ ആ വീഡിയോ ചെയ്യുന്നുണ്ട്. അതായത് വീഡിയോ ലൈവായിട്ടില്ല, അതാകുമ്പോൾ കാണാം. അപ്പോൾ ഫോർഡിന് പർട്ടിക്കുലർ ഒരു പ്രശ്നമുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, 12 വോൾട്ട് സോക്കറ്റ്, ആ സോക്കറ്റ് എന്ന് പറയുന്നത് ഫുൾ ടൈം ഓൺ ആയിരിക്കും. ഫുൾ ടൈം ഓൺ എന്ന് പറയുന്നത് അത് വണ്ടി കീ ഓഫ് ചെയ്യുമ്പോൾ ഓഫ് ആവില്ല, അല്ലെങ്കിൽ ലോക്ക് ആകുമ്പോൾ ഓഫ് ആവില്ല, ഫുൾ ടൈം ഓൺ ആയിരിക്കും. അപ്പോൾ നമുക്കൊരു നല്ല കാര്യമായിട്ട് തോന്നാം. അതായത് ഇപ്പോൾ ഡാഷ് ക്യാം ഉണ്ട്, ഡാഷ് ക്യാം നമുക്ക് അവിടെ കുത്തിയിടാം, ഫുൾ ടൈം കുത്തിയിടാം. അപ്പോൾ 24 hours അതിങ്ങനെ മോണിറ്റർ ചെയ്യും, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളത് കിട്ടുന്നത് തോന്നും. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ വീട്ടിനകത്ത് കിടക്കുന്ന വണ്ടിക്ക് ഒരു ഡാഷ് ക്യാമിൻ്റെ ആവശ്യമൊന്നുമില്ല. അതല്ലെങ്കിൽ ആ ഒരു ക്യാമറയുടെ ആവശ്യമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് CCTV വെച്ചാൽ മതിയല്ലോ. ഇപ്പോൾ നമ്മൾ റോഡിലൂടെ വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് വല്ല ഇൻസിഡൻ്റ് ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ഫുട്ടേജ് കിട്ടിയാൽ നല്ലതാണ്. അതാണ് ഡാഷ് ക്യാമിൻ്റെ ശരിക്കുമുള്ള ആവശ്യം. അപ്പോൾ ഡാഷ് ക്യാം ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞാൽ, ഡാഷ് ക്യാം ആദ്യം എല്ലാവരും ചെയ്യുന്ന പോലെ ഞാനും സിഗരറ്റ് ലൈറ്റർ, അതായത് സിഗരറ്റ് ലൈറ്റർ സോക്കറ്റിൽ നിന്ന് പണ്ട് പറയുന്ന 12 വോൾട്ട് സോക്കറ്റിൽ നിന്ന് ഇപ്പോൾ പറയുന്ന സംഭവം ഇരിക്കണം. അതായത് സിഗരറ്റ് ലൈറ്റർ ഇപ്പില്ലല്ലോ. ആ ഒരു സോക്കറ്റിൽ ഒരു അഡാപ്റ്റർ വെച്ച് കുത്തി അങ്ങനെ ആ ഒരു ഡാഷ് ക്യാം വയറേണ്ടായത്. അപ്പോൾ 2 പ്രശ്നങ്ങളായിരുന്നു. ഒന്നെന്ന് പറയുന്നത് വയർ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കും ഇവിടെ നമ്മുടെ മുകളിലേക്ക്. അപ്പോൾ അതൊരു വൃത്തികേടാണ്. കൂടാതെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നമ്മളിത് കുത്തി ഇതിനുള്ളിൽ കൂടെ റൂട്ട് ചെയ്ത് അങ്ങനെ കൊണ്ടുപോയിട്ട് ആ മുകളിലൂടെ കൊണ്ടുവയ്ക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അത് പക്ഷേ ചെയ്ത് വെച്ചാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഊരിടാന്ന് പറയുമ്പോൾ വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു 12 വോൾട്ട് സോക്കറ്റിൽ നിന്ന് ആ ഒരു അഡാപ്റ്റർ ഊരിടണം. അല്ലെങ്കിൽ അത് ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ബാറ്ററി ഡ്രെയിൻ ആവാം. അപ്പോൾ ഒരാഴ്ചയൊന്നും എടുത്തില്ലെങ്കിൽ. പക്ഷേ ബാറ്ററി ഡ്രെയിൻ ആവുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഈ ഒരു ഡാഷ് ക്യാമിന് ലോഡാണ്. അത് ഫുൾ ടൈം ഓൺ ആയിരിക്കുമ്പോൾ ചൂടാവാനും ഹീറ്റ് ആവാനും അല്ലെങ്കിൽ മെമ്മറി കാർഡ് അടക്കം എല്ലാം അടിച്ചു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് എപ്പോഴും ഞാൻ ഊരിയിടായിരുന്നു. അപ്പോൾ ആ ഊരിയിടൽ ഒരു റുട്ടീനായിട്ട് തുടർന്നു. വണ്ടി ഇവിടെ നിർത്തുമ്പോൾ നമ്മൾ കീ ഓഫ് ചെയ്യണതിനൊപ്പം അതും അങ്ങ് ഊരിടും. പക്ഷെ അത് പിന്നെ ഒരു ഇത്തിരി ബുദ്ധിമുട്ടായി തോന്നി. അപ്പോഴാണ് അടുത്തൊരു ഓപ്ഷൻ എനിക്ക് തോന്നിയത്. അതായത് ഇപ്പോൾ നമുക്കൊരു സ്റ്റീരിയോ ഉണ്ടല്ലോ വണ്ടിക്കകത്ത്, അതായത് ഒരു ഇൻബിൽറ്റ് സ്റ്റീരിയോ, അതായത് ഒരുപാട് കാലം പഴക്കമുള്ളൊരു ലുക്കായിട്ട് നമുക്ക് തോന്നും. കാരണം ഇപ്പോൾ വരുന്ന എല്ലാ വണ്ടികളും ടച്ച് സ്ക്രീനാണ്, ആൻഡ്രോയിഡ് യൂണിറ്റൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു പഴയ സാധനമാണ്. എന്നാലും ഇതിനൊരു USB പോർട്ട് ഉണ്ട്. USB പോർട്ട് ഉണ്ടെന്ന് പറയുമ്പോൾ ആ USB പോർട്ട് എന്ന് പറയുന്നത് താഴെയായിട്ടില്ല, ഇവിടെ 2 ഡമ്മി ഉണ്ടെങ്കിൽ കൂടെ ഇത് ഇവിടെയല്ല, അത് മുകളിലാണ്. ഈ സ്റ്റോറേജിനകത്താണ് അതുള്ളത്. കാണുന്നുണ്ടോ? കണ്ടോ? ആ സ്റ്റോറേജിനകത്താണ് ആ ഓക്സ് പോർട്ടും ആ USB ഉള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഡാഷ് ക്യാം അവിടെ നമ്മൾ കണക്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലൂടെ എന്ന് പറയുമ്പോൾ ഇതിനെ ഇളക്കിയെടുത്ത് പിന്നിലേക്ക് ആ ഒരു സോക്കറ്റ് അഴിച്ചെടുത്തിട്ട് ഉള്ളിലിട്ടിട്ട് അങ്ങനെ ആ ഒരു വയർ അങ്ങനെ കൊണ്ടുവന്ന് വെച്ചു. അതൊരു നല്ല ഐഡിയ ആയിരുന്നു. കാരണം നമ്മൾ കീ ഓൺ ചെയ്യുമ്പോൾ മാത്രമേ ആ ഒരു സംഗതി ഓൺ ആവുള്ളൂ. അതായത് പാട്ട് വെച്ചില്ലെങ്കിലും അത് ഓണാവും. പക്ഷെ എന്നിരുന്നാൽ കൂടി ആ ഒരു കീ ഓൺ ചെയ്താൽ മാത്രമേ ആ ഒരു സെറ്റ് ഓൺ ആവുള്ളൂ. അപ്പോൾ നല്ല കാര്യമായിട്ട് തോന്നി. ഇപ്പോൾ ഇതിന് 2 ഫ്യൂസാണ്. ഫ്യൂസിലേക്കും വരാം, എന്നാലും പറയാണ്. ഒരു ഫ്യൂസ് എന്ന് പറയുന്നത് ശരിക്കും ഫുൾ ടൈം ഓണായി കിടക്കുന്നത്. മറ്റൊന്ന് പറയുന്നത് ഡോർ തുറക്കുമ്പോൾ എല്ലാം കട്ട് ഓഫ് ആവുന്ന സംഭവമാണ്. പക്ഷെ അവിടെ ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മൾ പാട്ട് വെക്കുക എന്ന് പറയുന്ന ഒരു സംഗതി സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളാണ്. അതായത് പാട്ട് വെച്ചാൽ വണ്ടി ഓടിക്കാറുള്ളൂ. അപ്പോൾ ചെറിയ സൗണ്ടിലും പാട്ട് വയ്ക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും മൊബൈൽ കണ്ടിട്ടാണ് ചെയ്യാറുള്ളത്. പക്ഷേ USB-ൽ കുറേ പാട്ടുകൾ ഉണ്ടെങ്കിൽ അത് കേൾക്കാൻ നമുക്കൊരു ഓപ്ഷൻ ഇല്ല. അതായത് നമ്മൾ USB ഓപ്ഷൻ ഡിലീറ്റ് ചെയ്തിട്ടാണ് അവിടെ ഡാഷ് ക്യാം വെച്ചത്. അതൊരു ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതായത് നമുക്ക് നമ്മുടെ യൂസ് പോയി. ഒരു സംഭവം യൂസ് ചെയ്യുന്നില്ലെങ്കിൽ കൂടി അത് ഉപയോഗിക്കുന്നത് വേറൊരു കാര്യത്തിനാണുള്ളതെന്നുള്ള സംഗതി നമ്മുടെ മനസ്സിൽ നിന്ന് അലട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് തോന്നി പോരാ, അത് ഒന്ന് റീവയർ ചെയ്യണം. റീവയർ ചെയ്യാന്ന് പറയുമ്പോൾ ഒന്ന് ഹാർഡ് വയർ ചെയ്യണം തോന്നി. അതായത് എങ്ങനെയും ഒരു വയർ ചെയ്യണം തോന്നി. അപ്പോൾ അത് വയർ ചെയ്യണമെന്നുള്ള തുറങ്ങനെ കിടക്കുമ്പോഴാണ് എനിക്കൊരു എയർ പ്യൂരിഫയർ കിട്ടുന്നത്. കേട്ടോ, ഈ ഒരു എയർ പ്യൂരിഫയർ ഞാൻ അടുത്ത് കാണിക്കാം. അതായത് എടുത്ത് കാണിക്കുന്നില്ല കേട്ടോ. ഈ ഒരു എയർ പ്യൂരിഫയർ കിട്ടിയപ്പോൾ ഇത് ഒരു വലിയ പ്രശ്നമായി മാറി. അതായത് എയർ പ്യൂരിഫയറും കൂടി നമുക്ക് കണക്ട് ചെയ്യാനൊരു സംഗതിയില്ല. സെറ്റ് ഓൺ ആകുമ്പോൾ നമുക്ക് ആ ഒരു ഡാഷ് ക്യാം ഓൺ ആവുമെങ്കിൽ ഈ ഒരു സംഗതി ഓൺ ആക്കാനായിട്ട് വേറെ സോക്കറ്റില്ല. അപ്പോൾ വീണ്ടും ആ പ്രശ്നം വന്നു. അതായത് അത് വണ്ടി നിർത്തുമ്പോൾ ഊരി എടുക്കണം, ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഊരി ഇടണം, ബുദ്ധിമുട്ടാണ്. എന്നാലും കുറച്ച് കാലമൊക്കെ അത് അങ്ങനെ വെച്ചോടി. പക്ഷേ അതിന് സൊല്യൂഷൻ പെർമനൻ്റ് ഞാൻ ചെയ്തു. അവിടേക്കാണ് വരുന്നത്. അതായത് ഞാനൊരു ഫ്യൂസ് ടാപ്പ് വെച്ചിട്ട് വണ്ടിയുടെ ഒരു ഫ്യൂസിന് കണക്ഷൻ എടുത്തിട്ട് ഈ 2 സംഗതിയും വയർ ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ കീ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം ഓഫ് ആവും. സമാധാനമുണ്ട്, സ്വസ്ഥമുണ്ട്. പിന്നെ
നമുക്ക് വേണമെങ്കിൽ വയറ് മുറിച്ച് ഇപ്പോൾ ഈ കീ ഓണാവുന്ന കണക്ഷൻ വരുന്ന വയർ ഏതാണെന്ന് അറിഞ്ഞിട്ട് അത് ടാപ്പ് ചെയ്തൊക്കെ ചെയ്യാം. പക്ഷേ അവിടെ നമ്മുടെ പ്രശ്നമുണ്ട്. അതായത് വയറ് മുറിക്കുക എന്ന് പറയുന്നത് നമുക്കത്ര ഇഷ്ടമുള്ള കാര്യമില്ല. ഇപ്പോൾ ആസ് ഫാർ ആസ് വാറണ്ടി ഈസ് കൺസേൺഡ് നമ്മുടെ വണ്ടി, അതായത് ഈ ഒരു കാർ എന്ന് പറയുന്നത് ഔട്ട് ഓഫ് വാറണ്ടി കഴിഞ്ഞു, 5 വർഷത്തെ വാറണ്ടി കഴിഞ്ഞായിരുന്നു. ഇപ്പോൾ വയറൊന്ന് സ്ലൈസ് ചെയ്യാതൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് തന്നെ കരുതാം. എന്നാലും എനിക്കത് കൃത്യമായിട്ട് വൃത്തിയായിട്ട് ചെയ്യണമെന്നുണ്ടാകും. അവിടെയാണ് ഫ്യൂസ് ടാപ്പ് എന്ന് പറയുന്ന ഒരു സംഗതിയുടെ ഒരു കാര്യം വരുന്നത്. ഈ ഫ്യൂസ് ടാപ്പ് എന്താ എന്ന് അറിയാത്തവരുണ്ടാവുമോ എനിക്ക് സംശയമാണ്. കാരണം അതൊക്കെ കോമൺ ആണ്. എന്നാലും ഞാൻ പറയാം. ഇപ്പം നമ്മുടെ ഉള്ള ഫ്യൂസിന് അതൊരു ഫ്യൂസ് ബോക്സ് ഉണ്ടാവും. മോണറ്റിനകത്തൊരു ഫ്യൂസ് ബോക്സ് ഉണ്ട്, നമ്മുടെ വണ്ടിക്കകത്തുണ്ട്. അപ്പോൾ ഉള്ള ഒരു ഫ്യൂസിന് ആ ഫ്യൂസ് ടാപ്പ് ചെയ്തിട്ട് രണ്ടായിട്ട് വയർ മുറിക്കാതെ ഒരു കണക്ഷൻ എടുത്ത് നമുക്ക് വേറൊരു ആക്സറി പവർ ചെയ്യാം. അതാണ് ഫ്യൂസ് ടാപ്പ് എന്ന് പറയാം. അപ്പോൾ ഞാനത് ചെയ്തത് എൻ്റെ ഒരു ഫ്യൂസ് ഏതാണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ടായിരുന്നു. ആ ഫ്യൂസ് കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്നുള്ളത് റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. ഇപ്പോൾ ഏത് ഫ്യൂസിലാണ് പവർ ഉള്ളതൊക്കെ ഓണേഴ്സ് മാനുവലിൻ്റെ ഏറ്റവും ബാക്കിൽ ഫ്യൂസുകളെ കുറിച്ചൊരു പേജ് ഉണ്ട്. ആ പേജ് നോക്കി അറിയാൻ പറ്റും. അപ്പോൾ അത് നോക്കിയിട്ട് ഇന്ന ഫ്യൂസ് ആണെന്ന് മനസ്സിലാക്കി ഞാൻ ചെയ്തത്. ആ ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. അതായത് ഫ്യൂസ് ടാപ്പ് എങ്ങനെ പവർ ചെയ്യാന്നുള്ളത്. ഏകദേശം 5000 പേരൊക്കെ വീഡിയോ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ ഒരു ഫ്യൂസ് ടാപ്പ് ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. കണ്ടോ, ഇങ്ങനെയാണ് ആ ഫ്യൂസ് അവിടെ നിന്ന് എടുത്തിരുന്നത്. ആ ഫ്യൂസ് അവിടെ നിന്ന് എടുത്തിട്ട് ആ ഫ്യൂസിന് ടാപ്പ് ചെയ്ത് എടുത്തിട്ട് കണക്ഷൻ കൊടുത്ത് ഞാനൊരു എക്സ്ട്രാ ഒരു സിഗരറ്റ് ലൈറ്റർ പോയിന്റ്, അതായത് ഒരു 12 വോൾട്ട് സോക്കറ്റ് ഞാൻ ഇവിടെ തൂക്കിയിട്ടത്. അത് കാണാൻ പറഞ്ഞാലും ബുദ്ധിമുട്ടാണ്. തൂക്കിയിട്ട് ഞാൻ അതിനകത്ത് അങ്ങ് കണക്ഷൻ എടുത്തു നോക്കാൻ ചെയ്യും. കണ്ടോ, കാണുന്നുണ്ടാവും. അപ്പോൾ വലിയ പ്രശ്നങ്ങളില്ലാണ്ട് നമുക്ക് ആ പവർ അങ്ങ് എടുക്കാൻ പറ്റി. ഇപ്പം നിങ്ങൾ ആ ഫ്യൂസ് ടാപ്പ് കണ്ടില്ലേ? ആ ഫ്യൂസ് ടാപ്പിൽ നിന്ന് ആ ഒരു 10 ആമ്പിൻ്റെ ഫ്യൂസ് എടുത്തിട്ട് ടാപ്പ് ചെയ്തിട്ട് ഒരു കണക്ഷൻ എടുത്ത് ഞാൻ വേറൊരു 12 വോൾട്ട് സോക്കറ്റ് അങ്ങ് മേടിച്ചു. അതായത് ഈ ഒരു 12 വോൾട്ട് സോക്കറ്റ് ഒന്ന് മേടിച്ചു. അതിനുശേഷം ഇവിടെ വെച്ചിരുന്ന ആ ഒരു അഡാപ്റ്റർ ഉണ്ട്, അതായത് മൊബൈൽ ചാർജർ, അത് വെച്ചിട്ട് 2 കണക്ഷൻ കൊടുത്തു. ഇപ്പോൾ കീ ഓൺ ചെയ്യുമ്പോൾ എൻ്റെ പ്യൂരിഫയറും എൻ്റെ ഡാഷ് ക്യാമും ഓണാവും. സംഭവം സിമ്പിളായിരുന്നു. പക്ഷേ ഒരു ഇത്തിരി എഫേർട്ട് എടുക്കേണ്ടി വന്നു. അതായത് ഈ ഒരു കണക്ഷൻ സാധനങ്ങളൊക്കെ കിട്ടാനായിട്ടും അല്ലെങ്കിൽ ഏതാണ് വയറെന്ന് അറിയാനായിട്ടൊക്കെ ഞാനത് മുന്നേ നോക്കി വെച്ചായിരുന്നു. പിന്നെ ഒരുപാട് കാലത്തിന് ശേഷം വണ്ടിക്കകത്ത് വർക്ക് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇനി അതെങ്ങനെയാണ് വെച്ചേക്കണ അകത്തുനിന്നുള്ളതാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതായത് അതെങ്ങനെ കാണിക്കുന്നുള്ളത് അറിയില്ല, എന്നാലും കാണിച്ചു തരാം. കണ്ടു കാണും അല്ലേ? അപ്പോൾ നമ്മുടെ ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു 12 വോൾട്ട് സോക്കറ്റിൻ്റെ ചാർജിങ് സോക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് വേറൊരു എക്സ്ട്രാ സോക്കറ്റ് വെച്ചിട്ട് ഹൈഡ് ചെയ്തിട്ട് ആ ഒരു കണക്ഷൻ അങ്ങ് മാറ്റി വെച്ചു. അത്രേ ഉള്ളൂ. ഹാർഡ് വയറിംഗ് ഒന്നും പറയാൻ പറ്റില്ല. ജസ്റ്റ് ഒരു 12 വോൾട്ട് സോക്കറ്റ് ഫിറ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷേ കാര്യം നടക്കും. കാര്യം നടക്കുന്നതാണ് മെയിൻ. അതായത് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓഫ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വണ്ടി ഓഫ് ചെയ്യുമ്പോൾ ഊരിടുന്നൊക്കെ ഒരു ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അത് മാത്രമല്ല വയറ് മുറിച്ചോ അങ്ങനെയുള്ള കാര്യമൊന്നും തന്നെ ഇല്ല. ഇപ്പോൾ ആ ഒരു സിഗരറ്റ് ലൈറ്റർ പോയിന്റിനകത്താണ് ഈ ഒരു മൊബൈൽ അഡാപ്റ്റർ വെച്ചതെന്ന് നിലയ്ക്ക് അത് കേടുന്ന് പോകണമെങ്കിൽ വേറെ ഒന്നും വാങ്ങി കുത്തേണ്ട കേസുള്ളൂ. സംഭവം സിമ്പിളാണ്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ഒരു സൊല്യൂഷൻ ഇതിനു വേണ്ടി കണ്ടെത്തി നിങ്ങളായിട്ട് പറയാമെന്ന് വെച്ചു. അത് മാത്രമല്ല മുമ്പ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു എൻറ്റയർലി ഫ്യൂസ് ടാപ്പ് ഉപയോഗിച്ച് അങ്ങനെ വയർ ചെയ്യാനുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ചാനലിൽ തന്നെ ഉണ്ട്. വേറെ ഒന്നുമില്ല, ചെറിയൊരു ടിപ്പ് വീഡിയോ ആയിരുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞ ഡ്രൈവിംഗ് ടിപ്പ് ആയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു കോമൺ ആയിട്ടുള്ള കാര്യം പറയാനുള്ളത്. ഇനിയിപ്പോൾ ഫ്യൂസ് ടാപ്പ് എന്തിനാണ് യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഫ്യൂസ് ടാപ്പിൻ്റെ എന്താ യൂസ് എന്നുള്ളതാണെങ്കിൽ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആംബിയൻ ലൈറ്റ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു എക്സ്ട്രാ സാധനമൊക്കെ എക്സ്ട്രാ വെക്കണമെങ്കിൽ ഇപ്പോൾ ഞാൻ പറയാം ഒരു സബ് വൂഫർ വെക്കണം. സബ് വൂഫർ വെക്കണമെങ്കിൽ സബ് വൂഫർ എന്ന് പറയുമ്പോൾ ഒരു അണ്ടർ സീറ്റ് സബ് വൂഫർ വെക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വയറ് മുറിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ ഫ്യൂസ് ടാപ്പ് ഒരു ബെറ്റർ ഐഡിയ ആണ്. ഇപ്പോൾ വാറണ്ടി വോയിഡ് ആവാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് അതൊക്കെ യൂസ് ചെയ്യാം. ഈ ഡാഷ് ക്യാം എന്ന് പറയുന്നത് വയ്യാണ്. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും പറയുന്നില്ല. അപ്പോൾ എൻ്റെ വണ്ടിക്ക് ഇപ്പോൾ ഇനി കുറവുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ടച്ച് സ്ക്രീനാണ്. പക്ഷേ ഞാൻ കാര്യമായിട്ട് ബോധർ ചെയ്യുന്നില്ല. അതായത് പഴമ നല്ല ലുക്കാണല്ലോ. ഈ ഒരു സ്റ്റോക്ക് ലുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ലുക്ക് മാറി കഴിയുമ്പോൾ ആ കാണാനുള്ളൊരു ഭംഗി പോകുന്നു ഞാൻ കരുതുന്നുണ്ട്. അതുകൊണ്ടാണ്. അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.